നമസ്കാരം. ടാലി പ്രൈമിൽ BOM അഥവാ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നതും മാനുഫാക്ചറിംഗ് ജേണൽ എൻട്രി ചെയ്യുന്നതും നോക്കാം. മാനുഫാക്ചറിംഗ് ബിസിനസ്സിൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതുവരെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്, പാർട്സ് ആൻഡ് കമ്പോണൻസ് അല്ലെങ്കിൽ അതിലുൾപ്പെടുന്ന മറ്റു ചാർജസ്, അതിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ്, കോ പ്രൊഡക്റ്റ്, സ്ക്രാപ്പ് എന്നിവയുടെ എല്ലാം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ആ പ്രോസസ്സിൻ്റെ എക്സ്പെൻസ്, പ്രോഫിറ്റ് എല്ലാം ലഭ്യമാവാനാണ് BOM അഥവാ ബിൽ ഓഫ് മെറ്റീരിയൽ സെറ്റ് ചെയ്യുന്നത്. BOM സെറ്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് നോക്കാം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, റോ മെറ്റീരിയൽസിൻ്റെയും കമ്പോണൻസിൻ്റെയും ക്വാണ്ടിറ്റി ട്രാക്ക് ചെയ്ത് അണ്ടർ സ്റ്റോക്കിംഗ് ഓർ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കി നെസസറി ലെവൽസ് മാനേജ് ചെയ്യാം. കോസ്റ്റ് എസ്റ്റിമേഷൻ ആൻഡ് കൺട്രോൾ, ഓരോ യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുമ്പോഴും എത്ര ക്വാണ്ടിറ്റി ഓഫ് കമ്പോണൻസ് വേണ്ടി വരുന്നെന്നും എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ എക്സ്പെൻസ് വരുന്നെന്നും ട്രാക്ക് ചെയ്യാം. കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എടുക്കാനും പ്രൈസിംഗ് ഡിസിഷൻസ് എടുക്കാനും സഹായിക്കും. BOM സെറ്റ് ചെയ്യുന്നതിന് മുമ്പായി റോ മെറ്റീരിയൽസ് ഓർ കമ്പോണൻസ് സ്റ്റോക്ക് ഐറ്റം ആയിട്ടും അതിൽ വരുന്ന എക്സ്പെൻസസ് ലെഡ്ജേഴ്സ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യുക. ഈ റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് എൻട്രി ചെയ്യുക. ഇതൊരു ടെക്സ്റ്റൈൽസ് ആണ്. സൈൻ ട്രേഡേഴ്സിൽ നിന്ന് നമ്മൾ വെൽവെറ്റ് മെറ്റീരിയൽ, സിൽവർ ബീഡ്സ്, ഗോൾഡൻ ത്രെഡ്, നോർമൽ ത്രെഡ് പർച്ചേസ് ചെയ്തു. UAE കമ്പനി ആയതുകൊണ്ടാണ് 5% വാറ്റ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ കമ്പനീസിൽ GST സെറ്റ് ചെയ്താൽ മതി. ഇതിന് ശേഷം ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്ക് ഐറ്റം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് BOM സെറ്റ് ചെയ്യുക. ഓൾറെഡി ഐറ്റം ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ഓൾട്ടർ ചെയ്ത് മാറ്റം വരുത്തിയാലും മതി. ഇതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത് സ്മോൾ സൈസ്ഡ് ഫ്രോക്ക് ആണ്. ഐറ്റം ക്രിയേഷൻ്റെ സ്ക്രീനിൽ സെറ്റ് കമ്പോണൻസ് BOM എന്ന ഓപ്ഷനിലാണ് BOM സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഇനേബിൾ ചെയ്യാൻ ഐറ്റം ക്രിയേഷൻ്റെ സ്ക്രീനിൽ F12ൽ കോൺഫിഗർ ചെയ്യുക. സെറ്റ് കമ്പോണൻസ് ലിസ്റ്റ് ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് ഐറ്റം എന്ന ഓപ്ഷൻ യെസ് ആക്കി സേവ് ചെയ്യുക. സെറ്റ് കമ്പോണൻസ് BOM യെസ് ആക്കുക. BOMന് പേര് കൊടുക്കുക. യൂണിറ്റ് ഓഫ് മാനുഫാക്ചർ 1 കൊടുക്കാം. അതായത് ഒരു യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ് നിർമ്മിക്കാൻ റോ മെറ്റീരിയൽസ് എത്ര അളവിൽ വേണമെന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. റോ മെറ്റീരിയൽസ് നമ്മൾ കമ്പോണൻസ് ആയിട്ടാണ് കൊടുക്കുക. മറ്റെന്തെങ്കിലും ഫിനിഷ്ഡ് ഗുഡ് ആണെങ്കിൽ അതിന് ബൈ പ്രൊഡക്റ്റോ കോ പ്രൊഡക്റ്റോ സ്ക്രാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ഇവിടെ അതത് ഹെഡ്സിൽ കൊടുക്കാം. BOM സെറ്റ് ചെയ്തു. ഇതിൽ ഒരു യൂണിറ്റ് സ്മാൾ സൈസ്ഡ് ഫ്രോക്കിന് ആവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസ് നോക്കാൻ GoToവിൽ നിന്ന് കോസ്റ്റ് എസ്റ്റിമേഷൻ റിപ്പോർട്ട് എടുക്കുക. ഒരു യൂണിറ്റ് സ്മാൾ സൈസ്ഡ് ഫ്രോക്കിന് റോ മെറ്റീരിയൽ എക്സ്പെൻസ് 175 രൂപയാണ് ആയിരിക്കുന്നത്. മാനുഫാക്ചറിംഗ് ജേണലിൻ്റെ എൻട്രി നോക്കാം. വൗച്ചേഴ്സിൽ നിന്ന് അതർ വൗച്ചേഴ്സ് F10 എടുക്കുക. അതിൽ നിന്ന് സ്റ്റോക്ക് ജേണൽ എടുക്കുക. Alt + F7 ആണ് ഷോർട്ട് കീ. ചേഞ്ച് മോഡ് കൊടുത്ത് യൂസ് ഫോർ മാനുഫാക്ചറിംഗ് ജേണൽ എടുക്കുക. ഈ വൗച്ചറിൽ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, നെയിം ഓഫ് പ്രൊഡക്റ്റ്, നെയിം ഓഫ് BOM, ക്വാണ്ടിറ്റി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് കൊടുക്കുക. ഇതിൽ 10 ഫ്രോക്ക് കൊടുത്താൽ അതിന് വേണ്ടി വന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ്, ടോട്ടൽ എമൗണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഓട്ടോമാറ്റിക്കലി വരും. മാനുവലായിട്ട് ഇവിടെ എൻട്രി കൊടുക്കാനും പറ്റും. റൈറ്റ് സൈഡിൽ ഒരു യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ് ഉണ്ടാകുമ്പോൾ ബൈ പ്രൊഡക്റ്റ്, കോ പ്രൊഡക്റ്റ്, സ്ക്രാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്രൂഡ് ഓയിൽ റിഫൈൻ ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ് പെട്രോൾ ആണെങ്കിൽ ഡീസൽ, LPG, കെറോസിൻ പോലെ ഈക്വലി വാല്യുബിൾ ആയതൊക്കെ കോ പ്രൊഡക്ട്സും, പാരഫിൻ, വാക്സ്, ലൂബ്രിക്കൻ്റ് ഓയിൽ പോലെ അതിനേക്കാളും കുറച്ചും കൂടി വാല്യൂ കുറഞ്ഞ പ്രൊഡക്ട്സ് ബൈ പ്രൊഡക്ട്സ്. പിന്നെയുള്ള സ്ക്രാപ്പ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് സൾഫർ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് മെറ്റൽ ഓർസൊക്കെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. അത് ഓരോ മാനുഫാക്ചറിങ് ബിസിനസ്സിനും വേറെ വേറെ ആയിരിക്കും. ഇതിൽ ഫ്രോക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ കോ പ്രൊഡക്റ്റും സ്ക്രാപ്പും ഒന്നുമില്ല. സോ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. പിന്നെ താഴെ 10 ഫ്രോക്ക് തയ്ച്ചെടുക്കാൻ സ്റ്റിച്ചിങ് ചാർജസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് അങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെ കൊടുക്കാം. ടോട്ടൽ 10 ഫ്രോക്ക് ഉണ്ടാക്കാൻ റോ മെറ്റീരിയൽസിന് സെപ്പറേറ്റ് എത്രയായി, അഡീഷണൽ എക്സ്പെൻസസ് സെപ്പറേറ്റ് എത്രയായി, ടോട്ടൽ എക്സ്പെൻസസ് എത്രയായി, ഒരു യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ് അഥവാ ഒരു ഫ്രോക്ക് ഉണ്ടാക്കാൻ ടോട്ടൽ എക്സ്പെൻസ് എത്രയായി, അങ്ങനെ എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇതിൽ 325 രൂപയാണ് ഒരു ഫ്രോക്കിന് മാനുഫാക്ചറിങ് എക്സ്പെൻസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്രോക്ക് സെയിൽ ചെയ്യാം. ദിവ ബോട്ടിക്കിനാണ് നമ്മൾ ഇതിൽ നിന്ന് 5 ഫ്രോക്ക് 500 രൂപ റേറ്റിന് കൊടുക്കുന്നത്. ടാക്സ് കൊടുക്കുക. UAE കമ്പനി ആയതുകൊണ്ടാണ് വാറ്റ് കൊടുക്കുന്നത്. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ GST കൊടുക്കുക. ഇതിൻ്റെ റിപ്പോർട്ട് ഇനി നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് സ്റ്റോക്ക് സമ്മറി എടുക്കുക. ഷോ പ്രോഫിറ്റ് കൊടുക്കുക. F12 കോൺഫിഗർ ചെയ്ത് ഷോ ഇൻവേർഡ് ഔട്ട്വേർഡ് ഓപ്ഷൻ യെസ് ആക്കി കൊടുക്കുക. ഇതിൽ നിന്ന് ഇൻവേർഡ് എത്ര ഐറ്റം എത്ര റേറ്റിന് പർച്ചേസ് ചെയ്തു, ഔട്ട്വേർഡ് എത്ര ഐറ്റം എത്ര റേറ്റിന് സെയിൽ ചെയ്തു, ഓരോ ഐറ്റത്തിൻ്റെയും ക്ലോസിംഗ് ബാലൻസ്, ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ വൈസ് അറിയാൻ പറ്റും. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ പ്രോഫിറ്റ് എമൗണ്ടിലും പെർസെൻറ്റേജിലും കാണാം. ഓവർവ്യൂ നോക്കാം. റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ഫിനിഷ്ഡ് ഗുഡിൽ BOM സെറ്റ് ചെയ്യുക. മാനുഫാക്ചറിംഗ് ജേണൽ എൻ്റർ ചെയ്യുക.
ഫിനിഷ്ഡ് ഗുഡ് സെയിൽ ചെയ്യുക, കോസ്റ്റ് എസ്റ്റിമേഷൻ റിപ്പോർട്ടും സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടും അനലൈസ് ചെയ്ത് എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റ് ട്രാക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്